ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തികളിൽ ഒന്നായ റോമിന്റെ ആധുനിക നഗരവീഥികളിലൂടെയാണ് ഞങ്ങളുടെ ഈ യാത്ര. ഒരു രാഷ്ട്ര തലസ്ഥാനം റോം, കത്തോലിക്ക സഭയുടെ ആത്മീയവും ഭൗതികവുമായ ആസ്ഥാനം റോം, ലോകപ്രസിദ്ധ കലാകാരന്മാരുടെ സൃഷ്ടികൾ കൊണ്ട് സമ്പന്നമായ നഗരം, സഞ്ചാരികളുടെ എക്കാലത്തെയും പ്രലോഭനം, കലയുടെ സംഗമഭൂമി. അങ്ങനെ ഒരു സഞ്ചാരിക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ഒരുക്കി വച്ചിരിക്കുന്നു റോം. പുരാതന 4 ദേവാലയങ്ങളിൽ ഒന്നാണ് കത്തീഡ്രൽ ഓഫ് സെയിന്റ് പോൾ ഔട്ട്സൈഡ് ദ വാൾ. AD 1-ാം നൂറ്റാണ്ടിൽ, അതായത് ഏകദേശം 65-67 കാലഘട്ടങ്ങളിൽ റോം ഭരിച്ചിരുന്ന നീറോ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം പൗലോസ് അപ്പസ്തോലൻ ശിരച്ഛേദനം ചെയ്യപ്പെട്ടു. അപ്പസ്തോലന്റെ രക്തസാക്ഷ്യത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ശവകുടീരത്തിന് മുകളിൽ ഒരു ചെറിയ ദേവാലയം നിർമ്മിച്ചു. പിന്നീട് AD 326-ൽ ആ ദേവാലയം പൊളിച്ച് പുതുക്കി പണിയുകയും കാലക്രമത്തിൽ പല കൂട്ടിച്ചേർക്കലുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും അതിൽ നടത്തുകയുമുണ്ടായി. എന്നാൽ 1823-ൽ ഉണ്ടായ ഒരു വലിയ അഗ്നിബാധയെ തുടർന്ന് ദേവാലയത്തിന്റെ വലിയ ഒരു ഭാഗം തീപിടുത്തത്തിൽ നശിക്കാനിടയായി. 1840-ൽ പല ദേവാലയങ്ങളുടെയും സഹകരണത്തിൽ ഈ ദേവാലയം പുനർനിർമ്മിച്ച് ഒരു ദേശീയ സ്മാരകമാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. മനോഹരമായ ഒരു പൂന്തോട്ടത്തിന്റെ നടുവിലാണ് പൗലോസ് അപ്പസ്തോലന്റെ മനോഹരമായ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. ദേവാലയത്തിന് അകത്തും പുറത്തുമായി 150-ൽ പരം തൂണുകളിലുള്ള അതിന്റെ നിർമ്മാണ ചാതുര്യം അപാരമായ ഒരു സൗന്ദര്യം തന്നെയാണ്. ഇത് ഹോളി ഡോർ എന്നറിയപ്പെടും. കത്തോലിക്ക സഭയുടെ ചില ജൂബിലി വർഷങ്ങളിൽ ഇത് തുറക്കാറുണ്ട്. ആ സമയങ്ങളിൽ ഇതിലൂടെ ദേവാലയത്തിൽ പ്രവേശിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം സഭ പ്രഖ്യാപിക്കാറുണ്ട്. ആദ്യ മാർപ്പാപ്പ ആയിരുന്ന പത്രോസ് മുതൽ ഇന്നുവരെയുള്ള ഫ്രാൻസിസ് പാപ്പ വരെയുള്ളവരുടെ ഛായാചിത്രങ്ങൾ ദേവാലയത്തിന്റെ സീലിംഗിന്റെ താഴെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് ശേഷം ഇനി 6 പാപ്പാമാരുടെ ചിത്രങ്ങൾ മാത്രം വയ്ക്കാനുള്ള സ്ഥലമാണ് ഇനി അവശേഷിക്കുന്നത്. ആ സ്ഥലങ്ങളിൽ കൂടി ഇനി വരാനിരിക്കുന്ന പാപ്പാമാരുടെ ചിത്രങ്ങൾ വെച്ച് തീർന്നാൽ ലോകം അവസാനിക്കുമെന്ന് ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ കഥയൊന്നും സഭ അംഗീകരിക്കുന്നില്ല എന്ന കാര്യം കൂടി ഓർക്കുക. ബലിപീഠത്തിന് താഴെയാണ് പൗലോസ് ശ്ലീഹായുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. മുൻപ് അവിടേക്ക് പ്രവേശനമുണ്ടായിരുന്നു. അവിടെ തന്നെ അപ്പസ്തോലനെ ബന്ധിച്ചിരുന്ന ചങ്ങലയും ശവകുടീരത്തിന്റെ സമീപമുണ്ടായിരുന്ന വസ്തുക്കളും സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു. പിന്നീട് നേരെ പോയത് വത്തിക്കാൻ മ്യൂസിയത്തിലേക്കാണ്. വത്തിക്കാൻ സിറ്റിയുടെ ഉള്ളിലേക്ക് കയറാനുള്ള പ്രവേശന കവാടം ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ നടത്തം. ഇടതുവശത്ത് കാണുന്ന ചുടുകട്ട കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മതിലിനുള്ളിലാണ് വത്തിക്കാൻ സിറ്റി. ധാരാളം ആളുകൾ അങ്ങോട്ടേക്ക് പോവുകയും വരികയും ചെയ്യുന്നു. ആകെ ഒരു വല്ലാത്ത തിരക്ക് തന്നെ. പ്രധാനമായും 2 വാതിലുകൾ ആണ് വത്തിക്കാൻ സിറ്റിക്ക് ഉള്ളത്. മ്യൂസിയം കാണാൻ പോകുന്നവർ ഈ ഗേറ്റ് വേണം ഉപയോഗിക്കാൻ. 1929 ഫെബ്രുവരി 11-ലെ ലാറ്ററാൻ ഉടമ്പടി പ്രകാരം 44 ഹെക്ടർ വിസ്തീർണമുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായി വത്തിക്കാൻ രൂപം കൊണ്ടു. 800 സ്ഥിരം താമസക്കാരാണ് ഈ രാജ്യത്തിനുള്ളത്.
ധാരാളം കൗണ്ടറുകൾ, പല ഗ്രൂപ്പുകൾ, പല ദേശക്കാർ, വിവിധ ഭാഷ സംസാരിക്കുന്നവർ, അങ്ങനെ ആകെ ഒരു തിരക്കാണ് എവിടെ നോക്കിയാലും. ടിക്കറ്റും ഗൈഡുമായി ഞങ്ങളെ ബന്ധിപ്പിക്കുന്ന ഓഡിയോ റിസീവറും വാങ്ങി മുന്നോട്ടു നീങ്ങി. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. നൂറ്റാണ്ടുകളായി കത്തോലിക്ക സഭയും അധികാരികളും ശേഖരിച്ച 70,000-ൽ പരം പുരാവസ്തുക്കൾ 54ഓളം ഗാലറികളിലായി ഒരുക്കിയിരിക്കുന്നു. ഇവയിൽ മിക്കതും ലോകോത്തര കലാകാരന്മാരുടെ അപൂർവ സൃഷ്ടികൾ തന്നെ. ലോകത്തിൽ ആർട്ട് മ്യൂസിയങ്ങളിൽ 4ാം സ്ഥാനമാണ് ഈ മ്യൂസിയത്തിന് ഉള്ളത്. സ്പൈറൽ ഷേപ്പിലുള്ള ഈ ഗോവണിയിലൂടെ മുകളിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് ആളുകൾക്ക് അനായാസം മുകളിലെത്തുവാൻ കഴിയും. കയറിപ്പോകുന്ന ഗോവണിയുടെ വശങ്ങളിലായി ചില പഴയകാല യാനങ്ങളുടെ മോഡലുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. എത്തിച്ചേരുക വിശാലമായ പൈൻകോൺ കോറിഡോറിലേക്കാണ്. ഇവിടെ അങ്ങിങ്ങായി സിസ്റ്റീൻ ചാപ്പലിന്റെ സീലിംഗിൽ മൈക്കിൾ ആഞ്ചലോ വരച്ച അന്ത്യവിധിയുടെയും മറ്റും ചിത്രങ്ങൾ അടങ്ങിയ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. സിസ്റ്റീൻ ചാപ്പലിൽ തിരക്ക് ഭയങ്കരമായിരിക്കുമെന്നതുകൊണ്ട് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് ഗൈഡ് വേണ്ട വിശദീകരണങ്ങൾ തരുന്നു. മൈക്കിൾ ആഞ്ചലോയുടെ അന്ത്യവിധിയും മറ്റ് പ്രസിദ്ധമായ മാസ്റ്റർ പീസ് ചിത്രങ്ങളും സിസ്റ്റീൻ ചാപ്പലിന്റെ സീലിംഗിലാണ് വരച്ചിരിക്കുന്നത്. ഈ ഭാഗത്തു നിന്നുമാണ് മ്യൂസിയത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ഈ ഗ്യാലറിയിൽ ആദ്യകാലം മുതൽ കണ്ടെടുത്ത ശില്പങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. ഓരോ പ്രതിമയ്ക്കും ഓരോ കഥ പറയാനുണ്ടാവും. ഇവയിൽ മിക്കതും നഗ്നശില്പങ്ങൾ ആണ്. ഈ മ്യൂസിയം സ്ഥാപിച്ച ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പ ശില്പങ്ങളുടെ ക്ലാസിക് മൂല്യങ്ങളെ അംഗീകരിക്കുന്ന ഒരു കലാഹൃദയമുള്ള ആളായിരുന്നു. നഗ്നത എന്നത് മനുഷ്യ ശരീരത്തിന്റെ പൂർണ്ണതയായും അദ്ദേഹം കണ്ടിരുന്നു. അങ്ങനെയുള്ള ശില്പങ്ങൾ ഒഴിവാക്കേണ്ടെന്നും ആ പൂർണ്ണതയിൽ തന്നെ ചിത്രങ്ങൾ വരയ്ക്കാനും അനുവാദം നൽകി. അതുകൊണ്ടാണ് സിസ്റ്റീൻ ചാപ്പലിന്റെ സീലിംഗിൽ മൈക്കിൾ ആഞ്ചലോ വരച്ച അന്ത്യവിധിയുടെയും മറ്റു ചിത്രങ്ങളിൽ നഗ്നത കടന്നുകൂടിയത്. അങ്ങനെ അതെല്ലാം ലോകോത്തര ക്ലാസിക്കുകളായി തീർന്നതും. എന്നാൽ പിന്നീട് വന്ന പയസ് 5-ാമൻ മാർപ്പാപ്പയ്ക്കും അദ്ദേഹത്തിന്റെ ഉപദേശകർക്കും ഈ ചിത്രങ്ങളും ശില്പങ്ങളും അസ്വസ്ഥതയുണ്ടാക്കി. അങ്ങനെ ശില്പങ്ങളിലെ ലൈംഗിക അവയവം മുറിച്ചു മാറ്റുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ മുറിച്ചു മാറ്റപ്പെട്ടപ്പോൾ തന്നെ ശില്പങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. അതിനു പരിഹാരമായി ശില്പങ്ങളിൽ ആദവും ഹവയും നഗ്നത മറച്ചതുപോലെ അത്തിവൃക്ഷത്തിന്റെ ഇല വെച്ച് പിടിപ്പിച്ചു. എന്നാൽ മൈക്കിൾ ആഞ്ചലോയുടെ മരണത്തിനു ശേഷം 20 വർഷം കഴിഞ്ഞാണ് സിസ്റ്റീൻ ചാപ്പലിലെ ചിത്രങ്ങളുടെ നഗ്നത കലാപരമായി മറച്ചത്. അങ്ങനെ എന്തെല്ലാം കഥകൾ! സിസ്റ്റീൻ ചാപ്പൽ കടന്ന് നേരെ ഇറങ്ങിയത് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻപിലുള്ള ഈ ചത്തുരത്തിലേക്കാണ്. ലോകത്തിലെ പ്രസിദ്ധമായ ചത്തുരങ്ങളിൽ ഒന്നാണിത്. 1656-നും 1667-നുമിടയിൽ അലക്സാണ്ടർ 12-ാമൻ പാപ്പായുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ചത്തുരം നിർമ്മിച്ചത്. എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും മാർപ്പാപ്പ പ്രഭാതത്തിൽ വിശ്വാസികളുടെ ഇടയിലേക്ക് വരുന്നതും അവരെ അനുഗ്രഹിക്കുന്നതും ഈ ചത്തുരത്തിൽ വച്ചാണ്. അനശ്വരമായ ഒരു കലാസൃഷ്ടിയുടെ അൾത്താരയാണ് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക.
ഒറ്റക്കല്ലിൽ ആണ് ഈ ഗംഭീര തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചിത്രവും അടുത്തു നിൽക്കുന്ന ആളുകളുടെ വലിപ്പവും ഒന്ന് നോക്കിയാൽ മനസ്സിലാകും ഈ ദേവാലയത്തിന്റെ വലിപ്പം. AD 1506 ഏപ്രിൽ ആരംഭിച്ച നിർമ്മാണം 120 വർഷത്തിനു ശേഷം 1626 പൂർത്തീകരിക്കുകയാണുണ്ടായത്. പല പ്രസിദ്ധമായ നിർമ്മാണ വിദഗ്ധരുടെ പ്ലാനുകൾ സമർപ്പിച്ചിരുന്നുവെങ്കിലും 75-ാം വയസ്സിൽ മൈക്കലാഞ്ചലോ സമർപ്പിച്ച കുരിശിന്റെ ആകൃതിയിലുള്ള ഈ ഡിസൈനാണ് സ്വീകരിച്ചത്. മൈക്കലാഞ്ചലോയെ കൂടാതെ മറ്റനേകം ശില്പികളുടെയും കലാകാരന്മാരുടെയും കലാവൈഭവം ഈ ദേവാലയ നിർമ്മിതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചരിത്രവും അതിന്റെ സൗന്ദര്യവും ഇടകലർന്ന ഒരു അപൂർവ വാസ്തുവിദ്യാ ശൈലിയിലാണ് നിർമ്മാണം. 220 മീറ്റർ നീളവും 150 മീറ്റർ വീതിയും 136 മീറ്റർ ഉയരവുമാണ് ഈ ദേവാലയത്തിനുള്ളത്. ഇത് മൈക്കലാഞ്ചലോയുടെ മാസ്റ്റർ പീസായ ലാ പിലാത്ത എന്ന ലോകപ്രസിദ്ധമായ ശില്പം. 22 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് അദ്ദേഹം ഈ ശില്പം പൂർത്തീകരിച്ചത്. ഈ ശില്പത്തെ വെല്ലാൻ ലോകത്തിൽ മറ്റൊരു ശില്പം ഇന്നോളം ഉണ്ടായിട്ടില്ല. ഈ ഡോം മൈക്കലാഞ്ചലോയുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ പൂർത്തീകരിച്ച ഒരു ഗംഭീര നിർമ്മിതി തന്നെയാണ്. 41 മീറ്റർ ആണ് ഇതിന്റെ ചുറ്റളവ്. 46 മീറ്ററോളം ഉയരമുണ്ട് ഈ താഴികക്കുടത്തിന്. ലോകത്തിലെ ഏറ്റവും വലിയ താഴികക്കുടങ്ങളിൽ ഒന്നാണിത്. 60,000-ഓളം ആളുകളെ ഒരേ സമയം ഈ ദേവാലയത്തിന് ഉൾക്കൊള്ളാൻ കഴിയും. വിശ്വാസികൾ മാത്രമല്ല, വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രിയപ്പെട്ട ഇടമാണ് ഈ ദേവാലയം. 500 വർഷം മുൻപുള്ള സാങ്കേതിക വിദ്യയിലാണ് നിർമ്മാണം എന്നുകൂടി ഓർക്കണം. ഈ കറുത്ത 4 തൂണുകൾ ഉള്ള ഭാഗത്താണ് പ്രധാന അൾത്താര. അതിന് അടിയിലാണ് പത്രോസ് ലീഹായുടെ ശവകുടീരം. ഇവിടെയാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പായെ അടക്കിയിരിക്കുന്നത്. ധാരാളം ആളുകൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. 25ഓളം അൾത്താരകൾ ഈ ദേവാലയത്തിന്റെ പല ഭാഗങ്ങളിലായി ഉണ്ടെന്ന് പറയുമ്പോൾ ഊഹിക്കാൻ സാധിക്കും ഇതിന്റെ വലിപ്പം. പല സമയങ്ങളിലായി വിവിധ അൾത്താരകളിൽ കുർബാനയുണ്ടായിരിക്കും. 2015-ൽ ഇവിടം സന്ദർശിച്ച സമയത്ത് ഈ അൾത്താരയിൽ കുർബാന അർപ്പിച്ചത് ഓർത്തുപോകുന്നു. എവിടെ നോക്കിയാലും ശില്പവൈദഗ്ധ്യം വാരിക്കോരി ചൊരിഞ്ഞിരിക്കുന്നത് കാണാം. ഒറ്റക്കല്ലിൽ ആണ് ഈ ശില്പം തീർത്തിരിക്കുന്നത്. 2-3 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാവുന്നതല്ല സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക. ഇത് സ്വിസ് ഗാർഡ്സ്. 500 വർഷങ്ങളായി ഇവരാണ് പാപ്പായുടെ സ്വകാര്യ അംഗരക്ഷകർ. വത്തിക്കാന്റെ സൈന്യം. 30 വയസ്സിന് താഴെ അവിവാഹിതരായ കത്തോലിക്കരെയാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. മൈക്കലാഞ്ചലോ ഡിസൈൻ ചെയ്ത ഡ്രസ് കോഡ് ആണ് ഇന്നും അവർ ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്നും പിന്നീട് പോയത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമത്തിലുള്ള റോമിലെ ആദ്യ ദേവാലയമായ സാന്റ മരിയ മാഗ്യോറിലേക്കാണ്. AD 431-ൽ സിക്സ്റ്റസ് മൂന്നാമൻ പാപ്പ ഇവിടെ ഒരു ദേവാലയം പണിതിരുന്നു. അതിനു മുൻപും ചെറിയ തോതിൽ ആരാധനയും പൂജാകർമ്മങ്ങളും ഇവിടെ നടന്നിരുന്നു. AD 358 കാലഘട്ടത്തിൽ ഒരു ധനികൻ തന്റെ സമ്പത്ത് പള്ളി പണിയുവാൻ സംഭാവന ചെയ്യാൻ തീരുമാനിച്ചു. തന്റെ ഉദ്ദേശം ലിബീരിയസ് പാപ്പായെ അറിയിച്ചു. അടുത്ത ദിവസം ഓഗസ്റ്റ് 5-ന് പാപ്പ ഉണർന്നപ്പോൾ കാണുന്നത് എസ്ക്വലിൻ കുന്നിൻ മുകളിൽ മഞ്ഞു പെയ്യുന്ന കാഴ്ചയാണ്. കൊടും ചൂടിൽ അങ്ങനെ ഒരു പ്രതിഭാസം കണ്ടത് ഒരു അടയാളമായി പാപ്പ സ്വീകരിച്ചു. അങ്ങനെ അവിടെ കന്യകാമാതാവിന്റെ നാമത്തിൽ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു. പിന്നീട് 80 വർഷത്തിനു ശേഷം സിക്സ്റ്റസ് മൂന്നാമൻ പാപ്പ ദേവാലയം പുനർനിർമ്മിച്ചു. 1370-ൽ ആണ് ഈ കാണുന്ന മണിഗോപുരം നിർമ്മിച്ചത്. 75 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരം റോമിലെ ഏറ്റവും വലിയ മണിമാളികയാണ്. അങ്ങനെ പല കാലഘട്ടങ്ങളിൽ പല പരിഷ്കാരങ്ങളും കൂട്ടിച്ചേർക്കലുകൾക്കും ഈ ദേവാലയം വിധേയമായിട്ടുണ്ട്.
വിവിധ കാലങ്ങളിൽ പല കരകൗശല വിദഗ്ധർ മൈക്കലാഞ്ചലോയുടെ വരെ നിർമ്മിതികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രധാന അൾത്താരയുടെ മുകളിലുള്ള മൊസൈക്ക് വർക്കുകൾ 432-440 കാലഘട്ടത്തിലേത് തന്നെയാണ് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. ആയിരത്തി 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതിനുള്ള പ്രാർത്ഥനയിൽ സ്ഥാപിച്ചതാണ് മാതാവിന്റെ ഈ പ്രതിമ. ഇത് 9ാം പയസ് പാപ്പായുടെ പ്രതിമയാണ്. ഉണ്ണീശോയുടെ തൊട്ടിലിന്റെ തിരുശേഷിപ്പായ ഏതാനും തടിക്കഷ്ണങ്ങൾ ആണ് ആ പേടകത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ചില വൈദികർ ദേവാലയത്തിൽ വരുന്ന ഭക്തരെ കുമ്പസാരിപ്പിക്കുന്നു. കണ്ടു, ആസ്വദിച്ചു, പഠിച്ചു എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തി. അത്രമാത്രമാണ് കാഴ്ചകൾ. മനസ്സില്ലാ മനസ്സോടെയാണ് അവിടെ നിന്നും ഇറങ്ങിയത്. പിന്നീട് പോയത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ കൊളോസിയത്തിലേക്കാണ്. ഒരേ സമയം ഉത്സവങ്ങളുടെയും ദുരന്തങ്ങളുടെയും സ്മാരകമാണ് കൊളോസിയം. AD 72 തുടങ്ങി 80 പൂർത്തീകരിക്കപ്പെട്ടു. 50,000 കാണികൾക്ക് ഒരേ സമയം ഇരിക്കാവുന്ന 80 വാതിലുകൾ ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആംഫി തിയേറ്റർ. ഗ്ലാഡിയേറ്റർമാരും അടിമകളും ക്രൂരമൃഗങ്ങളോട് പൊരുതി മരിക്കുന്നത് കണ്ട് ആർത്തു വിളിച്ച ഒരു ജനതയുടെ പ്രദർശനശാലയായിരുന്നു കൊളോസിയം. ഒരിക്കൽ ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഇതിന്റെ വാസ്തുശില്പ മാതൃക എത്രമാത്രം ഉന്നതിയിലാണ് എന്ന് മനസ്സിലായത്. AD 430 വരെ ഈ തിയേറ്റർ സജീവമായിരുന്നു. സമാനതകൾ ഇല്ലാത്ത മനുഷ്യന്റെ ഭാവനയാണ് റോമിന്റെ സമ്പത്ത്. റോം ഒരിക്കലും കണ്ടുതീരുകയില്ല. അടുത്തതിൽ സാൻ ജിയോവാനിയിലെ പാദ്രെ പിയോ.